ഹായ് ഗേസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നട്ട പാതിരാക്കാണ് കെട്ടിയ മീൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം, പിന്നെ വിചാരിച്ചു അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവർ കൊടുത്തിട്ടുള്ളത്, അത് ആ ഫ്രഷ് കൊടുക്കണമെന്നുണ്ട്. മസാല പൊട്ടിയാണ്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മസാലയൊക്കെ പുരട്ടി കഴുകി വൃത്തിയാക്കിയ ശേഷം മസാലയൊക്കെ പുരട്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ലേശം മല്ലിപ്പൊടി ഇടും കേട്ടോ. ചിലർ മല്ലിപ്പൊടി ഇടില്ല, പക്ഷേ ഞാനിവിടെ മല്ലിപ്പൊടി ലേശം ഇടും കേട്ടോ. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതപ്പാണ്ട് കൊടുന്നാൽ ചൂട് കൊടുക്കാണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ അവർ കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇനി അവർക്കത് ചൂട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. ഇക്കാൾക്ക് കുഴപ്പമൊന്നുമില്ല, പിറ്റേന്ന് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലർക്കുണ്ടല്ലോ നിർബന്ധം അപ്പം തന്നെ ഫ്രൈ ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്നത് എന്തെങ്കിലും കൊടുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്ത് കിട്ടണം എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. പക്ഷേ അത് ആരും നിർബന്ധമായിട്ടില്ല. നമുക്ക് കുറച്ചും കൂടെ ഒരു സ്വാദ് കൊടുക്കാൻ നമുക്ക് കഴിക്കാം, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഫ്രഷ് കൊടുക്കാൻ നമ്മൾ അത് ചെയ്യുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയാണ് കേട്ടോ ഒന്ന് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തതും പപ്പടവും അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. പിറ്റേന്നത്തെ വ്ളോഗാണിത്. അപ്പോൾ രാവിലെ എണീറ്റ് പഴം വേവിച്ചിട്ടുണ്ട്, അതുപോലെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് ചോറിന് അരി ഇടട്ടെ കേട്ടോ. കാരണം മക്കൾക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം, കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറയും ഇതൊക്കെ കഴിഞ്ഞിട്ട് മേമാൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പ്രാവശ്യം ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ. അത് പിന്നെ മേമ ഉണ്ടാക്കിയത് കേട്ടോ. മേമാൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ബിരിയാണി ഉണ്ടാക്കിയെന്ന് ഉച്ചയ്ക്ക് കേട്ടോ, നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു. അങ്ങനെ രാവിലത്തെ കുറച്ച് ഫ്രൈ ചെയ്ത മസാല പൊട്ടി മീൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നും കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലക്ഷം മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബീട്രൂട്ട് കൊണ്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീട്രൂട്ട് തോരനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായി ചതച്ചിട്ട് ഇതിലാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുക. അങ്ങനെ പിറ്റേന്ന് 3 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അത്. അങ്ങനെ വീണ്ടും പഴംപൊരിയിലേക്ക് തന്നെ ചാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പഴംപൊരിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ പഴം കൂടുന്ന മക്കൾ വല്ലാണ്ട് കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ അത് പഴംപൊരിയാക്കി തന്നെ മാറ്റും കേട്ടോ. പഴം എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് അവരെ വയറ്റിലേക്ക് ചെല്ലല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങളധികം പഴംപൊരി പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, ഉണ്ടാക്കാനായിട്ട് ചെയ്യാറ്. ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും കേട്ടോ. നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ മൈദ ഞാൻ അധികം അളവ് ഞാൻ കുറക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ നമ്മൾ ചൂടുള്ള പഴംപൊരിയും കൂടെ ആയിട്ടുണ്ട്. പുറത്ത് പഴയ പോലെ തന്നെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയും പഴംപൊരിയും എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.